ഹലോ ഗേസ്, ഞാൻ ഇപ്പോൾ ഉള്ളത് മധുരയിലാണ്. ഏകദേശം മധുരയിലെത്തുമ്പോൾ 8 മണി രാത്രിയായി. പിന്നെ ഞാൻ റൂം എടുത്തു. ഇപ്പോൾ റൂമിനാണ് ഞാനുള്ളത് ഗേസ്. എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവിടുത്തെ മധുരൈ MGR ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഈ ഭാഗത്താണ് ഞാൻ റൂം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം 10 മണിയായി. റൂം വാടക എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഡബിൾ റൂമാണ്. റൂമിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ഗേസ് ഞാൻ പറഞ്ഞ റൂം. ഞാൻ ഇപ്പോൾ താമസിക്കുന്ന റൂം. രാത്രി 24 മണിക്കൂറാണ് എനിക്ക് അലോഡ് ഉള്ളത്. TV ഉണ്ട്, വാഷ് ബേസ് അപ്പുറം കാണാം, അപ്പുറം കണ്ണാടി, ബെഡ്, 2 തലയണ, തോർത്തുമുണ്ട്, അതിൽ റിമോട്ട് കാണാം, അതപ്പുറം കബോർഡൊക്കെ കാണാം ഗേസ്. പിന്നെ കസേര, ചാർജ് കുത്താൻ ഇതൊക്കെ, സ്വിച്ച് ബോർഡ് ഒക്കെ കാണാം. ഈ ഭാഗത്ത് അങ്ങനെ ടേബിള്, അപ്പുറം കസേര, അലമാര, മുമ്പിൽ നല്ല കണ്ണട, പിന്നെ ചാർജ് കുത്താനോ ഇത് കുത്താനോ. പിന്നെ ഇവിടെ ഷാമ്പൂ ഉണ്ട്. ഷാമ്പൂ കോക്കനട്ട് ഓയിലും കൂടി തന്നിട്ടുണ്ട്. വെള്ളം കുടിക്കാനുള്ള വെള്ളം. ഇതൊക്കെയാണ് റൂം എന്ന് പറയുന്നത്. 1000 രൂപ കൊടുത്തിട്ടുണ്ട് കേസ്. ഇത് നഷ്ട കേസാണെന്ന് തോന്നുന്നു. കുഴപ്പം പിന്നെ രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞത് ഒരുപാട് ചോദിച്ചു നോക്കി, കുറവുണ്ടോ, ഇല്ല, സമ്മതിച്ചില്ല. പിന്നെ 1000 കൊടുത്ത് പിന്നെ സോപ്പും കൂടി കിട്ടി, കുളിക്കാനുള്ള സോപ്പ്, ഇവിടെ ഒരു വാഷ് ബേസ്, അതിന് മുമ്പിലൊരു കണ്ണാടി, വേസ്റ്റ് ബക്കറ്റ്, വേസ്റ്റിലുള്ള ബക്കറ്റ്. പിന്നെ ഇതാണ്, ഈ ഭാഗത്താണ് നമ്മുടെ ബാത്റൂം ഒന്ന് തുറന്നാലോ. ബാത്റൂം അത്ര പോരാ, കൊള്ളില്ല കേട്ടാ. പൈപ്പ്, ക്ലോസറ്റ്, കുളിക്കാനുള്ള സെറ്റപ്പ്, ഷവർ ഒക്കെ കാണാം. ഇതാണ് ബാത്റൂമിൻ്റെ അകത്ത് വശം ഗേസ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഈ റൂം എടുത്തതാണ്. ഇപ്പോൾ രാത്രി 10 മണിയാണ്. പുറത്തേക്ക് ഇറങ്ങണം, രാത്രി കാഴ്ചകളിലേക്ക് ഇറങ്ങണം ഗേസ്. അങ്ങനെ ഇപ്പോൾ ഇറങ്ങലായി. പുറത്തു നിന്നുള്ള കാഴ്ച, റോഡിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. MGR ബസ് സ്റ്റാൻഡ്, ആ ഭാഗത്തൊന്ന് പോവാം. മുമ്പിൽ കാണുന്നത് മെയിൻ റോഡാണ്. അപ്പുറം മീനാക്ഷി സ്റ്റോർസിൻ്റെ വലിയ കെട്ടിടം കാണാം. ഈ ഭാഗത്തൊക്കെ ബസ്സുകളൊക്കെ പോകുന്ന കാണാം ഗേസ്. അപ്പുറം മധുരൈ കോർപ്പറേഷൻ ഓമിനി ബസ് സ്റ്റാൻഡ് കാണാം. അതിനപ്പുറം മറ്റ് ബസ് സ്റ്റാൻഡൊക്കെ കാണാം. MGR ബസ് സ്റ്റാൻഡ് ഒക്കെ കാണാം. ആ ഭാഗത്തേക്ക് എത്തണം, MGR ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം. പെരിയാർ ഭാഗത്തേക്ക് പോകാനുള്ള തിടുക്കത്തിലാണ്. ആ ഭാഗത്താണ് ടൗൺ ഉള്ളത്. അവിടെ ഒന്ന് പോകണം. ഞാനുള്ള സ്ഥലം ഇതാണ്. ഹോട്ടലൊക്കെ കാണാം. എൻ്റെ ഹോട്ടൽ ഈ വരുന്ന വഴിയാണ്. ഈ വഴിയിലൂടെയാണ് ഞാൻ പോയത്. ഇവിടെ കുറേ ഹോട്ടലൊക്കെ കാണാം എൻ്റെ ബാക്കിൽ. അവിടെ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം ഗൈസ്. അങ്ങോട്ടേക്കുള്ള പോക്കാണ്. രാത്രി ഏകദേശം 11 മണിയായി. മധുരയിലാണുള്ളത്. ഓപ്പോസിറ്റ് അല്ല, മധുരൈ ബസ് സ്റ്റാൻഡാണ്. ബസ്സൊക്കെ പോകുന്ന കാണാം ഗൈസ്. ആ ഭാഗത്തേക്ക് പോകണം. കോർപ്പറേഷൻ ഓമിനി ബസ് സ്റ്റാൻഡ്. രാത്രി ഡേഞ്ചർ ഏരിയ ആണെന്നാണ് പറയുന്നത്. മൊത്തം ഇവിടെയുള്ള ഓട്ടോക്കാരോടെല്ലാം ചോദിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് മധുരൈ റിസ്കി ഏരിയ എന്നാണ്. അതൊന്ന് നമ്മൾ പോയി നോക്കാം ഗൈസ്, രാത്രി എങ്ങനെയുണ്ടെന്ന്. ബസ്സൊന്നും കിട്ടൂല. ഏകദേശം 11-11:30 മണിയായി. ഇപ്പോൾ ടൗണിൽ കൂടി നടക്കുകയാണ് ഞാൻ. MGR ബസ് സ്റ്റാൻഡ് പക്കത്താണ് ഞാനുള്ളത്. ഇവിടെ ഒന്ന് പെരിയാർ റെയിൽവേ സ്റ്റേഷൻ, ആ ഭാഗത്തേക്ക് പോകണം. ഭാഗത്തൊക്കെ കാണാം ക്ലോസായി, കടകളൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് മുമ്പിൽ. നല്ല നല്ല കടകളൊക്കെ കാണാം മുമ്പിൽ. MGR ബസ് ടെർമിനാണ് മുമ്പിൽ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് പോകണം ഗൈസ്. ആ ഭാഗത്ത് പോയിട്ട് പെരിയാർ ഭാഗത്തേക്ക് പോകാനുള്ള ബസ് ഉണ്ടോ ഇല്ലേ എന്നെല്ലാം അറിയണം. രാത്രി ഇറങ്ങുന്നത് സേഫ്റ്റി അല്ല എന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ പറയുന്നതാണ്. ഈ ഭാഗത്തൊക്കെ ഹോട്ടൽ സുൽത്താൻ, പിന്നെ ഒരുപാട് കടകളൊക്കെ കാണാം. രാത്രി കാഴ്ചകളൊക്കെ ഈ ഭാഗത്തു നിന്ന് ഒക്കെയാണ് കാണുന്നത്. ബോട്ട് നടത്തത്തിലാണ് കേസ്. ഇതാണ് MGR ഭാഗങ്ങൾ, MGR ടൗൺ ഭാഗങ്ങൾ. കാറുകളൊക്കെ വരുന്നുണ്ട്. ഇന്നൊന്ന് ക്രോസ് ചെയ്യണം ആ ഭാഗത്തേക്ക്. ബസ് കടിക്കുമെന്നറിയില്ല.
ക്രോസിങ്ങിന് നിന്നിട്ട് ബസ് സ്റ്റോപ്പില്ല. ഇവിടെ പോസ്റ്റാണ് കേസ്. SCTC ഒക്കെ കാണാം ബസ് പോകുന്നത്. അങ്ങനെ ഇറങ്ങാൻ പറ്റൂല, നല്ല സ്പീഡിലെ ബസ്സൊക്കെ വരുന്നതെല്ലാം കാണാം കേസ്. ബൈക്ക് ഇത് ക്രോസിംഗ് ആണ് കേസ്. ലൈനിലൂടെ ഇറങ്ങുമ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡാണ്, മുമ്പിലോട്ടാണ് വരുന്നുള്ളത്. രാത്രി അയച്ച സേഫില്ല എന്ന് പറയുന്നത്. ഓട്ടോ സ്റ്റാൻഡുകളൊക്കെ കാണാം. കയ്യിൽ മൊബൈലുണ്ട്, എടുക്കാൻ പാടുണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് MGR ബസ് സ്റ്റാൻഡ് ടെർമിനലിൻ്റെ അകത്തോട്ടാണ്. ഈ കാണുന്ന കവാടം അങ്ങോട്ടുള്ള അകത്തേക്കുള്ള പോക്കാണ് കേസ്. ഈ ഭാഗത്ത് ചെറിയ ഹോട്ടലൊക്കെ കാണാം. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തട്ടുകള രീതിയിലാണ്. അതിൻ്റെ ബാക്കിലൊക്കെ പൊട്ടിക്കുക, അതൊന്നും കാണാൻ എന്നിട്ടായിട്ട് അകത്ത് കയറാം കേസ്. മുമ്പിൽ MGR ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കട കാണാം. ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ചെറിയ പൈസക്കാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത്. ആ വീഡിയോ ഒക്കെ കാണാം കേസ്. ഒരുപാട് ഇരുന്നിട്ടെല്ലാം കാണാം. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഓണറുണ്ട് കേസ്. ആ ഓണറൊന്നും കാണാം. ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ട ആളെ, കടയുടെ ഓണർ. ഒരുപാട് ആൾക്കാരുണ്ട് കേസ്. അങ്ങനെ അവസാനം ഞാൻ ടെർമിനലിലോട്ട് പോക്കാണ്. എന്നെ ഒരുപാട് കാഴ്ചകളിലോട്ട് പോകണം. അപ്പോൾ ഞാൻ നേരെ പോക്കാണ് കേസ്. ബസ്സൊക്കെ കാണാം, പല ഭാഗത്തേക്ക് പോകുന്ന. ഇതിൽ ലോങ് ട്രിപ്പ് പോകുന്ന ബസ്സുകളാണ്. ചെന്നൈ പക്കം. മുമ്പിൽ കാണുന്നത് ചെന്നൈയിലേക്ക് പോകുന്ന ബസ്സുകളാണ്. ബോർഡ് കാണാം, ചെന്നൈ. ചെന്നൈയാണ് ഈ ഭാഗത്ത് കാണുന്ന ബസ്സുകളൊക്കെ ചെന്നൈയാണ്. MGR ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണുള്ള കേസ്. ഈ ഭാഗത്തേക്ക് ഓട്ടോ സ്റ്റാൻഡാണ്. ഓട്ടോകളൊക്കെ കാണാം. പല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളാണ് ഈ ഭാഗത്തുള്ളത്. MGR ബസ് സ്റ്റാൻഡാണ്, മധുരൈ MGR ബസ് സ്റ്റാൻഡാണ്. അതിനകത്താണ് ഞാനുള്ളത്. രാത്രി കാഴ്ചകളാണ് കേസ്. ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ള കാഴ്ചകൾ ഇതാണ്. പക്ഷേ ഇവിടെ നിന്ന് പെരിയാർ ടൗൺ ഭാഗത്തേക്ക്, റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക്, മീനാക്ഷി ബസാർ, മീനാക്ഷി ടെമ്പിൾ ആ ഭാഗത്തേക്ക് പോകുന്ന ബസ് കിട്ടുമോയെന്നറിയില്ല. ഏകദേശം 11:30 മണിയായി. രാത്രി ഇറക്കുന്നത് റിസ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ്. ഇരിക്കാനുള്ള സ്ഥലം ബസ് സ്റ്റാൻഡാണ്. മധുരൈ ബസ് സ്റ്റാൻഡ് ഇരിപ്പിടമാണ് കാണുന്നത് കേസ്. മധുരൈ MGR ബസ് സ്റ്റാൻഡിൻ്റെ ഇങ്ങനെ പോക്കാണ്. രാത്രി കാഴ്ചകളാണ് കേസ്. ഏകദേശം ഇപ്പോൾ 12 മണിയായി. നല്ല രാത്രി ക്ഷീണിച്ചിട്ട് ഉറക്കമാണ് കേസ്. ബസ്സുകളൊക്കെ പല ഭാഗത്തേക്കുള്ള പോകുന്ന ബസ്സുകളാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ചുറ്റും വീഡിയോ കാണാം. ഇനി MGRന് ഇവിടെ നിന്ന് മീനാക്ഷിപുരം ബസ് രാവിലെ ഉള്ളൂ. ആ ഭാഗത്തേക്ക് അവിടെ ഇറങ്ങിയിട്ട് 2 ബസ്സിൽ മാറി കയറണം, അന്നെങ്കിലേ നടക്കും. അതിപ്പോൾ നടക്കൂല കേസ്. ഇപ്പോൾ എന്തായാലും രാവിലെയുള്ള കാഴ്ചകൾ, രാത്രി കാഴ്ചകളൊക്കെ കാണാം. പേരക്ക, ആപ്പിള്, മാങ്ങ, ഓറഞ്ച്, പൈനാപ്പിൾ. ബസ് സ്റ്റാൻഡിൻ്റെ അകത്തുള്ള കച്ചവടമാണ്, തെരുവ് കച്ചവടമാണ് കേസ്. എന്നോട് വേണമെന്നെല്ലാം ചോദിക്കുന്നത്. അതേപോലെ ഈ സ്ഥലത്തും കച്ചവടമാണ്. അപ്പോൾ ആള് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്ന് എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങലായി കേസ്. എൻ്റെ ബാക്കിൽ കാണാം MGR ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ ഈ വഴിയിലൂടെ അപ്പുറത്തെ വഴിയിലൂടെയാണ് ഞാൻ കയറിയത്. ഇത് വേറെ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങി കേസ്. മുമ്പിലുള്ള കാഴ്ചകൾ കാണാം. മധുരൈ ഭാഗത്തുള്ള ഒരു ഹോട്ടലാണ്. ഫുഡ് ഉണ്ടാക്കുന്നതാണ്. കൊത്തു പൊറോട്ടയാണ് കാണുന്നത്. അതിനുള്ള ഐഡിയാണ് കാണുന്നത്. കൊത്തു പൊറോട്ട ഫേമസാണ് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ.
ഭയങ്കര തിരക്കുള്ള ഹോട്ടലാണ്. പൊറോട്ട അകത്ത് നല്ല തിരക്കാണ് ഗൈസ്. നേരത്തെ എടുത്ത അപ്പുറത്തുള്ള വീഡിയോ ആണ്. അതിലിപ്പുറം ഹോട്ടലാണ്. ഇവിടെ അതേപോലെ തിരക്കാണ് ഗൈസ്. ഇവിടെ നിന്നൊരു സ്ലൈസ് 20 രൂപേൻ്റെ വാങ്ങിച്ച് ഇവിടും തിരക്കാണ്. ഇവിടും പല ഫുഡുകളൊക്കെ കാണാം ഗൈസ്. ഇവിടെ വല്ലാതെ തിരക്കാണ് ഈ ഭാഗത്ത്. ഈ ഹോട്ടലിൽ വെന്ന് പൊറോട്ടയാണ് ഈ കല്ലിൽ കാണുന്നത്. പൊറോട്ട നല്ല തിരക്കാണുള്ളത്. കൂൾ ഡ്രിങ്ക്സിൻ്റെ അങ്ങനെ നേരെ ആ ഹോട്ടലിൽ നിന്ന് വീഡിയോ എടുത്ത് പുറത്ത് ഇറങ്ങുമ്പോൾ ഇവിടെ കാണുന്നത് തിയേറ്ററാണ്. മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് കേസ്. ഇടുന്ന പണികളിലാണ്. അതിൻ്റെ ഒരുപാട് ആൾക്കാരൊക്കെ കാണാം. മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് കേസ്. മധുരൈ തിയേറ്റർ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് മുമ്പോട്ട് നടക്കലാണ് കേസ്. ശരവണ സ്പോർട്സൊക്കെ കാണാം ആ ഭാഗത്ത്. മൾട്ടിപ്ലക്സ് തിയേറ്ററിൻ്റെ ഗേറ്റാണ് മുമ്പിൽ കാണാം. മധുരൈ തിയേറ്ററിൻ്റെ മുമ്പിലാണ്. നല്ല ലൈറ്റിങ് ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. തിയേറ്ററിൻ്റെ പുറകുവശം നല്ല രസമുള്ള തിയേറ്ററാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ബോർഡുകൾ ഫ്ലക്സൊക്കെ ഇടുന്ന തിരക്കിലാണ്. ക്രെയിനൊക്കെ ഉണ്ട്. അതിൻ്റെ മുകളിൽ 2 പേരെ കാണാം അങ്ങപ്പുറം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റൂമിലേക്ക് നടക്കലായി ഗൈസ്. അങ്ങനെ വരുന്ന വഴിയിൽ ചെറിയൊരു തട്ട് കണ്ട് ഞാൻ അവിടെ കയറി ഗൈസ്. അവിടെ കയറിയിട്ടൊരു മുട്ട ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മുട്ട ദോശ ഇതിലാണ്, തിരക്കിലാണ്. പാർസലാണ് ഞാൻ പറഞ്ഞത്. വെയിറ്റിംഗ് എല്ലാം കാണുന്നുണ്ട് ഗൈസ്. അങ്ങനെ അവിടുന്ന് ദോശയെല്ലാം വാങ്ങിച്ച് ഞാൻ നേരെ റൂമിലേക്ക് എത്തി ഗൈസ്. ആ ടൈമിൽ പോലീസ് വന്നു. ഏകദേശം 11 മണിയാകുമ്പോൾ റോഡ് സൈഡിലുള്ള കടകളൊക്കെ പൂട്ടണം. ചെറിയ ഇങ്ങനെ തട്ടുകളൊക്കെ പൂട്ടണം. ആ പോലീസ് വന്നതോടെയാണ് ഓഫ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടാകുമ്പോൾ ഒരു ദോശയൊക്കെ വാങ്ങിച്ച് ഞാൻ വേഗം റൂമിലേക്ക് വിട്ടു ഗൈസ്. അപ്പോൾ രാത്രി കാഴ്ചകൾ ഇതാണ്. ഇത് MGR ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുള്ള ടൗണും ഒക്കെയാണ് ഇന്ന് രാത്രി കാഴ്ചകളിലൂടെ കണ്ടത് ഗൈസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ.